ഇന്ത്യൻ ഭരണഘടനയുടെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും പ്രാധാന്യം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ ഭരണഘടനാ ചത്വരമൊരുങ്ങി. 4.75 ലക്ഷം രൂപ ചെലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭരണഘടനാ ചത്വരം നിർമ്മിച്ചത്. നമ്മുടെ ഭരണഘടനാ സഭയിൽ വച്ച് 1949 നവംബറിന്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഭരണഘടനയെ ഓർമ്മിപ്പിക്കുന്ന ഇടങ്ങൾ ഒരുക്കുക എന്ന ആശയമാണ് ഇങ്ങനെ രൂപപ്പെട്ടത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറും ഇതര ദേശീയ നേതാക്കളോടൊപ്പം നിൽക്കുന്ന ശില്പങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലൊരു തദ്ദേശ സ്ഥാപനം ആദ്യമായാണ് ഇത്തരമൊരു ചത്വരം ഒരുക്കുന്നത്. കേരളത്തിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണഘടനയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു സ്ക്വയർ ഉണ്ടാക്കപ്പെടുന്നത്. ഇത് തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർക്ക് ഭരണഘടനയുടെ ആമുഖത്തിനെ കുറിച്ച്, ഭരണഘടനയുടെ രൂപീകരണത്തിന് പുറകിലുണ്ടായിരുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലെ നിർണായകമായ ഒട്ടേറെ സമരങ്ങളെക്കുറിച്ചെല്ലാമുള്ള ഒരു ബോധം തീർച്ചയായിട്ടും ഈ ഒരു ഭരണഘടനാ ചത്വരത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഭരണഘടനാ ചത്വരത്തിന് സമീപത്തായി ഹെറിറ്റേജ് പാർക്ക് ഒരുക്കാനും ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള ദിനങ്ങളിൽ ഇവിടെ പതാക ഉയർത്താനും ചെറുയോഗങ്ങൾ സംഘടിപ്പിക്കാനും സൗകര്യമുണ്ടാകും. ഒരു കുടിലിന്റെ രൂപത്തിലാണ് ഹെറിറ്റേജ് പാർക്ക് നിർമ്മിക്കുന്നത്. ചത്വരം ചൊവ്വാഴ്ച രാവിലെ റവന്യൂ മന്ത്രി K. രാജൻ നാടിന് സമർപ്പിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.